ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ജേർണിയിൽ നിന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് ഗ്രൗണ്ടിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളൊരു ലൈറ്റാണ്, നമ്മളൊരു സോൾ ഫോമാണ് അല്ലേ, ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ നിന്നും എനർജിയെ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊരു സമ്പർക്കത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാളെ ഹീൽ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മളുടെ എനർജി എക്സ്ചേഞ്ച് നടക്കുമ്പോൾ മൊത്തത്തിൽ എനർജി എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ഒരു എനർജി ഫീൽഡിൽ പലപ്പോഴും ഈ എനർജി എക്സ്ചേഞ്ച് കൊണ്ടും യൂണിവേഴ്സിൻ്റെ എനർജി നമ്മൾ ഇന്നർ വർക്കിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ വരാം. അതായത് ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു വയറ് നമ്മളുടെ വീടുകളിലൊക്കെ ഭൂമിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കും അല്ലേ, വീട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ. അതെന്തുകൊണ്ടാണ്? ഹൈ വോൾട്ടേജ് ആയിട്ട് ഇലക്ട്രിസിറ്റി പാസ് ഓൺ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യാതെ അത് ഭൂമിയിലേക്ക് അങ്ങ് പാസ് ഓൺ ആവും എന്ന് ഉള്ള ഒരു കോൺസെപ്റ്റ്. അതേപോലെയാണ് നമ്മൾ ഗ്രൗണ്ടിങ്ങും ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ഈ എനർജി ഫ്ലക്ച്വേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ ഉപയോഗിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതും വളരെ എഫക്റ്റീവായിട്ടുമുള്ള ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനാണ്. നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ഡിപ്രഷനിലിരിക്കുമ്പോൾ, ഹൈ എനർജി ഫീൽ ചെയ്യുമ്പോൾ, ട്വിൻ ഫ്ലെയിമിനെ മിസ് ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത്, ഏതൊരു സമയത്തും നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ചെയ്യുന്നതിന് മുമ്പായിട്ട് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയോ ചെയ്യാം. ഇരിക്കുമ്പോൾ നട്ടെല്ല് നിവർന്നിരിക്കണം. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കാലുകൾ ഭൂമിയിൽ, അതായത് തറയിൽ, ഫ്ലോറിൽ ടച്ചായിട്ടായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഇത്രയുമാണ് ഈ ഒരു മെഡിറ്റേഷനുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ മെഡിറ്റേഷൻ തുടങ്ങാം. കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യാം. ഇരിക്കുന്നവർ നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നമ്മൾ ഇൻഹേൽ ചെയ്യുന്നതായിട്ടും, നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ എക്സേൽ ചെയ്യുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. പിന്നെയും ഡീപ്പായിട്ട് ഒരു ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ശ്വാസത്തെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഒന്ന്, 2, 3. ഈ ശ്വാസത്തെ എക്സേൽ ചെയ്യുന്നതിൻ്റെ കൂടെ അതുവരെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വറീസും, എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നമ്മൾ എക്സേൽ ചെയ്ത് കളയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഒരു ബ്യൂട്ടിഫുൾ ഹീലിംഗ് ഗോൾഡൻ ലൈറ്റ് യൂണിവേഴ്സിൽ നിന്നും പതുക്കെ നിങ്ങളുടെ ക്രൗൺ ചക്രയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ മുഴുവൻ ബോഡിയെയും റിലാക്സ് ചെയ്യും. അതായത് ഈ ലൈറ്റ് നിങ്ങളുടെ നെറ്റിയിലൂടെ, ഐബ്രോസിലൂടെ, കണ്ണുകളിലൂടെ, മൂക്കിലൂടെ, ഫേഷ്യൽ മസിൽസിലൂടെ, കൺപോളകളിലൂടെ ആഴ്ന്നിറങ്ങി നിങ്ങളുടെ തലയുടെ പിൻഭാഗത്തിലൂടെ, കഴുത്തിലൂടെ പതുക്കെ നിങ്ങളുടെ ബോഡിയിലെ താഴത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ
ഒരു ലൈറ്റിൻ്റെ വൈബ്രേഷൻ ഫീൽ ആവുക, റിലാക്സേഷൻ ഫീൽ ചെയ്യുക. പതുക്കെ അത് നിങ്ങളുടെ ഷോൾഡേഴ്സിനെ, നിങ്ങളുടെ ചെസ്റ്റിനെ, നിങ്ങളുടെ അബ്ഡോമനെ ഒക്കെ റിലാക്സ് ചെയ്തുകൊണ്ട് പതുക്കെ നിങ്ങളുടെ സ്പൈനൽ കോഡിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തുടകളിലൂടെ, കാൽമുട്ടുകളിലൂടെ കാലുകളെ റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിരൽ തുമ്പിൽ വരെ, കാലിൻ്റെ വിരൽ തുമ്പിൽ വരെ വന്ന് നിൽക്കുകയാണ്. ജസ്റ്റ് നിങ്ങളുടെ ബോഡി ടോട്ടലായിട്ട് റിലാക്സ് ആയതായിട്ട് ഫീൽ ചെയ്യുക. ഈ ഗോൾഡൻ കളർ ലൈറ്റ് നിങ്ങളുടെ എല്ലാ എനർജറ്റിക് സെൻറ്റേഴ്സിനെയും, എല്ലാ ചക്രാസിനെയും ഹീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകി താഴെ നിങ്ങളുടെ കാലിൻ്റെ വിരൽ വരെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചക്രാസൊക്കെയും ഹീൽഡാണ്. അവിടെ ചക്രാസിൻ്റെ അതാത് സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾ ഫീൽ ആവുന്നുണ്ട്. ബ്രീത്ത് ഇൻ ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എടുത്ത ശ്വാസം പതുക്കെ നിങ്ങളുടെ മൂക്കിലൂടെ, ശ്വാസകോശങ്ങളിലൂടെ ആഴ്ന്നിറങ്ങി നിങ്ങളുടെ നാഭി വരെ റീച്ച് ആയതായിട്ട് ഫീൽ ചെയ്യുക. പിന്നെയും ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കാലിൻ്റെ വിരൽ തുമ്പിലൂടെ വേരുകൾ വരുന്നതായിട്ട് ഫീലാകുക. ഈ വേരുകൾ ഭൂമി ദേവിയുടെ കോറിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നു. ആ വേരുകൾ നിങ്ങളുടെ ഫ്ലോറിലൂടെ, നിങ്ങളുടെ ടൈൽസിൻ്റെ ഉള്ളിലൂടെ, നിങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലൂടെ പാസ്സായിക്കൊണ്ട് മണ്ണിലെ എല്ലാ ലേയേഴ്സിലൂടെയും പതുക്കെ പോയിക്കൊണ്ട്, ഡീപ്പറായിട്ട് പോയിക്കൊണ്ട്, കല്ലിലൂടെ, വെള്ളത്തിലൂടെ, മണ്ണിലൂടെ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഭൂമിദേവിയുടെ കോറിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ റൂട്ട്സ് നിങ്ങളെ ഇപ്പോൾ ഭൂമിദേവിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെയും ഒരു ദീർഘശ്വാസം എടുക്കുകയാണ്. ഇപ്പോൾ എടുത്ത ശ്വാസത്തെ നിങ്ങൾ വെളിയിലേക്ക് എക്സേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ വരെ വന്നിരിക്കുന്ന ഡിവൈൻ്റെ ലൈറ്റ്, നിങ്ങളെ ക്ലെൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ലൈറ്റ് ആ വേരുകളിലൂടെ പതുക്കെ ഭൂമിദേവിയുടെ ഡീപ്പസ്റ്റ് കോറിലേക്ക് ഈ ഒരു പ്രകാശം പോവുകയും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും, എല്ലാ നെഗറ്റീവ് പാറ്റേൺസിനെയും, എല്ലാ നെഗറ്റിവിറ്റിയെയും ഭൂമിദേവിയുടെ കോറിലേക്ക് ഈ വേരുകൾ ആവാഹിച്ച് കൊണ്ടുപോകുന്നതായിട്ട് ഫീലാവുക. ഇപ്പോൾ പിന്നെയും നിങ്ങളുടെ ബോഡിയിലുള്ള ഗോൾഡൻ കളർ ഡിവൈൻ ലൈറ്റ് ഒന്നുകൂടെ ക്ലെൻസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ബോഡിയെ ടോട്ടലായിട്ടും ക്ലെൻസ് ചെയ്യുകയാണ്. ഈ ഡിവൈൻ ലൈറ്റിൻ്റെ എനർജിയുടെ വൈബ്രേഷൻ നിങ്ങളുടെ ഓരോ കോശങ്ങളിലും ഫീലാവുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൊത്തം സിസ്റ്റത്തിൽ നിന്നും ക്ലീൻ ചെയ്തുകൊണ്ട്
ഭൂമി ദേവിയുടെ ഡീപ്പസ്റ്റ് കോറിലേക്ക് കൊണ്ടുപോയി അവിടെ ഭൂമി ദേവിയുടെ ഡീപ്പസ്റ്റ് കോറിൽ എത്തിയിരിക്കുന്ന ആ ഒരു എനർജീനെ മദർ എർത്ത് അല്ലെങ്കിൽ ഭൂമി ദേവി ട്രാൻസ്മ്യൂട്ട് ചെയ്ത് മദർ എർത്തിലുള്ള എല്ലാ പോസിറ്റിവിറ്റിയും തന്ന ആ നെഗറ്റീവ് എനർജീനെ പോസിറ്റീവാക്കി നിങ്ങൾ ആ വേരുകളിലൂടെ ഫാസ്റ്റായിട്ട് ആ എനർജി നിങ്ങളുടെ കാൽവിരലുകളിലൂടെ പിന്നെയും നിങ്ങളുടെ ദേഹത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നിങ്ങളുടെ ദേഹം മൊത്തം വ്യാപിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഓരോ കോശങ്ങളെയും, അതായത് വിരലുകളിലൂടെ പ്രവഹിച്ച് കാൽ, മുട്ടുകൾ, തുട, വയറ്, പുറക്, നമ്മളുടെ എല്ലാ ചക്രാസ്, നമ്മളുടെ ചെസ്റ്റ്, അബ്ഡമൻ, വാരിയെല്ലുകൾ, കഴുത്തിൻ്റെ പിൻഭാഗം ഇതിലൂടെ പ്രവഹിച്ചുകൊണ്ട് ഫാസ്റ്റായിട്ട് പ്രവഹിച്ചുകൊണ്ട് നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് വന്ന് നമ്മളുടെ മുഖത്തൂടെ ഈ എനർജി പ്രവഹിച്ചുകൊണ്ട് നിങ്ങളുടെ മൂക്കിലൂടെ, കണ്ണുകളിലൂടെ, ചെവി, തലയുടെ പിൻഭാഗത്തൂടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയെ ക്ലെൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്രൗൺ ചക്രയിലൂടെ ഈ എനർജി ബ്ലാസ്റ്റായി ഡിവൈനിലേക്ക്, യൂണിവേഴ്സിലേക്ക് ലയിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്, കാമാണ്. നിങ്ങളൊരു പീസിൻ്റെ എനർജിയിലാണ്, ഒരു ലവിൻ്റെ എനർജിയിലാണ്. ഈ എനർജീനെ ഫീൽ ചെയ്യുക. ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, പിന്നെയും ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. ഒരു പീസിൻ്റെ എനർജി നിങ്ങൾ ഫീൽ ചെയ്യുന്നു. ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജി നിങ്ങൾ ഫീൽ ചെയ്യുന്നു. ഇത്രയും ക്ലെൻസിങ് നമ്മളിൽ നടത്തിയതിന് ഡിവൈനോടും യൂണിവേഴ്സിനോടും ഭൂമി ദേവിയോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പതുക്കെ 2 കൈകൾ തിരുമ്മി ആ കൈകളിൽ വന്നിരിക്കുന്ന ചൂട് കൊണ്ട് നമ്മുടെ കണ്ണുകളെ ഹീൽ ചെയ്യുക. നിങ്ങൾ റെഡിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറക്കാവുന്നതാണ്.